നമസ്കാരം. XUV300 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 3XO എന്ന് പറയുന്ന വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് വെച്ചിട്ട് പലർക്കും വിഭിന്നമായ അഭിപ്രായങ്ങളാണ്. എന്നാൽ പോലും കംപ്ലീറ്റ് ആയിട്ട് പുതിയൊരു വാഹനം തന്നെയാണ് ഈ ഒരു പ്രത്യേക കാറ്റഗറിയിൽ വരുന്നത്. പ്രത്യേക കാറ്റഗറിയിൽ എന്ന് പറയുന്നത് 4 മീറ്ററിന് താഴത്തേക്കിൻ്റെ ലെങ്ത്ത് വെച്ചു എന്നുള്ളതാണ് ഞാൻ പറയാനുള്ള കാരണം സാങ്യോങ്ങിൻ്റെ ടിവോലി ഐ ലവ് ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ തിരിച്ചിട്ടുന്ന ഒരു വേർഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും ടിവോലി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു കംപ്രസ്ഡ് വേർഷനാണ് ഈ പറയുന്ന XUV300. അതിൻ്റെ ഒരു നെക്സ്റ്റ് അപ്ഡേഷൻ എന്നുള്ള രീതിക്കാണ് പേരുമാറ്റി എന്ന് മാത്രമേ ഉള്ളൂ 3XO എന്ന് പറയുന്ന വാഹനം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ ഒരു വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വാഹനത്തിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഒളിഞ്ഞിരിക്കുന്ന ചില ടെക്നോളജീസ്, ചില ചേഞ്ചുകൾ അതെന്തൊക്കെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് 7,49,000 രൂപയാണ്. അപ്പോൾ ഓൺ റോഡ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു 8.5 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ നിൽക്കത്തക്ക രീതിയിൽ 9 ലക്ഷത്തിന് താഴെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ. അത് ഓരോ സംസ്ഥാനങ്ങളുടെ ടാക്സ് അനുസരിച്ച് വ്യത്യസ്തപ്പെടും. തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു 8.5 ലക്ഷത്തിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ്. ബേസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടുമെന്നൊരു വിശ്വാസമുണ്ട്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അപ്പ് മാർക്കറ്റായിട്ട് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് XUV300യുടെ ഇൻറ്റീരിയർ തന്നെയാണ്. അതിനകത്ത് കുറച്ച് ചേഞ്ചൊക്കെ കൊടുത്തിട്ട് ഐവറി കളർ ആഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2019 മുതൽ ഡ്യുവൽ ക്ലൈമറ്റ് സോൺ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ശരിക്കും പറഞ്ഞാൽ നല്ല സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ്, 5 സ്റ്റാർ റേറ്റഡ് വാഹനമാണ്. XUV300 ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള 3XO എന്ന് പറയുന്നത് മികച്ച സേഫ്റ്റി റേറ്റിംഗ് ലഭിക്കുന്ന വാഹനങ്ങളാണ്. 300ക്ക് ഓൾറെഡി ലഭിച്ചതാണ്. ഇനി അഡൾട്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ചൈൽഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും നല്ല റേറ്റിംഗ് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു സേഫ്റ്റി റേറ്റിംഗ് അധികം ഒരു പബ്ലിസിറ്റി എന്നുള്ള രീതിക്ക് വരാതിരിക്കാനുള്ളൊരു കാരണം എന്ന് ചോദിച്ചാൽ നെക്സോൺ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓറയിൽ ഈ ഒരു വാഹനത്തെ പലരും വിസ്മരിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്, അത് ഒരിക്കലും കമ്പനിയെ ഞാൻ കുറ്റം പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറയുന്ന വീഡിയോസിലെല്ലാം ഈ കാര്യം പറയാറുണ്ട്. 4 മീറ്ററിന് താഴത്തേക്ക് കംപ്രസ് ചെയ്തതാണ് ടിവോലിനെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു പറയേണ്ടത് 2600 മില്ലിമീറ്റർ വീൽ ബേസ് ഈ ഒരു വാഹനത്തിനുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. നല്ല വലിയ എയറി ക്യാബിനാണ്. എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി റേറ്റിംഗ്, അതായത് 3XO എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് മികച്ചതായിരിക്കും. പനോരമിക് സൺറൂഫ് വന്നിട്ടുണ്ടെങ്കിലും അതൊരു ചെറിയ പനോരമിക് സൺറൂഫ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. വലിയൊരു എന്താ പറയുന്നത് ലാർജായിട്ടൊരു ലാൻഡ്സ്കേപ്പിൽ വന്നിട്ടുള്ള ഒരു സൺറൂഫ് ഒന്നുമല്ല. എന്നാൽ പോലും അത് സഫീഷ്യൻ്റ് ആണ്, അത് ഓക്കെയാണ് ഈ ഒരു വാഹനത്തിന്. കാരണം ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, ഈ 4 മീറ്ററിന് ഉള്ളിലേക്ക് കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിനകത്ത് തന്നെ വെച്ചിട്ട് മാക്സിമം വാഹന നിർമ്മാതാക്കൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് മഹീന്ദ്ര അവരുടെ സസ്പെൻഷനിൽ നല്ല രീതിക്ക് റിസർച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, XUV700യുടെ റിയർ സസ്പെൻഷനിലെ ചില പാർട്സൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് റീകോൾ ചെയ്തിട്ട് അത് മാറ്റിക്കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ, XUV500 ആ ഒരു വാഹനം ഓടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓടിച്ച സമയത്ത് ഈ സസ്പെൻഷൻ മികവ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മുമ്പുണ്ടായിരുന്ന 500 ശേഷം വന്ന ഒരു അപ്ഡേഷൻ, ആ ഒരു വാഹനം ഓടിച്ചപ്പോൾ സസ്പെൻഷൻ്റെ ഒരു മികവ് എടുത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 3XO എന്ന് പറയുന്ന വാഹനത്തിലും അത്തരത്തിൽ സസ്പെൻഷനിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് റൈഡിങ്ങും ഹാൻഡിലിങ്ങിനെയും അതുമാത്രമല്ല സ്റ്റെബിലിറ്റിയൊക്കെ നല്ല കാര്യമായിട്ടുള്ള രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന തരത്തിലാണ് അത്തരത്തിലുള്ള ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഇവർ ഈ ഒരു സസ്പെൻഷൻ മോഡിഫിക്കേഷനെ ഇവർ പറയുന്നത് മൾട്ടി ട്യൂൺഡ് വാൽവ് കോൺസെൻട്രിക് ലാൻഡ് ടെക്നോളജി എന്നാണ് ഇവർ പറയുന്നത്. വളരെ വലിയൊരു പേരാണെങ്കിൽ പോലും ഇത് സ്റ്റെബിലിറ്റിയെയും ഹാൻഡിലിങ്ങിനെയും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷൻ അപ്ഗ്രേഡാണ്. അത് XUV300യിൽ ഇത്തരത്തിലൊരു സസ്പെൻഷൻ ഉണ്ടായിരുന്നില്ല. അത് 3XOയിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു അപ്ഡേഷനാണ്. എന്നാൽ 500യിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് 500യിൽ നിന്നും അതിൻ്റെ മോഡിഫൈഡ് വേർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്ന സമയത്ത്, വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകടമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വാഹനം കോർണറിങ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ നമുക്കത് നമ്മുടെ കയ്യിൽ വണ്ടി നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ സ്റ്റെബിലിറ്റി നമുക്ക് വളരെ
കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് സസ്പെൻഷനകത്ത് നല്ല രീതിക്ക് റിസർച്ച് നടക്കുന്നുണ്ട്. അത് 700യിലും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ചില ഭാഗങ്ങളൊക്കെ 700യുടെ റിയർ സസ്പെൻഷനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റീകോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ലിമിറ്റഡ് വണ്ടികൾ മാത്രമായിരുന്നു അങ്ങനെ റീകോൾ ചെയ്തത്. എന്നാലും നമുക്കത് പ്രകടമായിട്ട് നമുക്കത് പഴയ വാഹനം ഓടിച്ച സമയത്ത് പുതിയ വാഹനം ഓടിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഡിഫറൻസ് അത് 500യുടെ കേസിൽ ഭയങ്കരമായിട്ട് അത് എടുത്തറിഞ്ഞ ഒരു കാര്യമാണ്. അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മക്ഫെർഷൻ സ്റ്റഡാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ടിസ് ബീങ് ആക്സിൽ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ആക്സിലിനകത്തുള്ള ഒരു ചെറിയ ഒരു മോഡിഫിക്കേഷനാണ്. ആ ഒരു ചെറിയ മോഡിഫിക്കേഷൻ ആണെങ്കിൽ പോലും സ്റ്റെബിലിറ്റിയെ അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. വാഹനം ഓടിക്കുന്നവർക്ക് അത് എടുത്ത് അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രാക്കിലൊക്കെയാണ് ഈ ഒരു വാഹനത്തെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്, അല്ലെങ്കിൽ XUV 500യുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാക്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയങ്ങളിലെല്ലാം അതിനകത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത യൂട്യൂബേഴ്സൊക്കെ എടുത്ത് പറഞ്ഞൊരു പോയിന്റ് ആ ഒരു സ്റ്റെബിലിറ്റിയെ കുറിച്ചിട്ടാണ്. നമ്മളതൊന്നും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ സാധാരണ റോട്ടിൽ തന്നെ ഒന്ന് ഓടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. 3 എഞ്ചിൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡീസൽ എഞ്ചിൻ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഡീസലിൻ്റെ ഭാവി എന്തായാലും 2028 അതായത് ഭാരത് സ്റ്റേജ് 7 പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഡീസലിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും. എന്തായാലും നിലവിൽ ഡീസൽ എഞ്ചിന് ഡിമാൻഡുണ്ട്. അപ്പോൾ ആ ഒരു ഡിമാൻഡ് നിലനിൽക്കുന്ന കാലത്തോളം ഡീസൽ എഞ്ചിൻ വിൽക്കും എന്ന് തന്നെയാണ് ടാറ്റ പോലെയുള്ള കമ്പനികളും അല്ലെങ്കിൽ മഹീന്ദ്രയൊക്കെ ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ ഒരു വാഹനം. കുറവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ട് സ്പേസ് ഇപ്പോഴും ആ ഒരു രീതിക്ക് തന്നെ നിലനിർത്തി എന്നുള്ളതാണ്. 295 ലിറ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 298 അപ്രോക്സിമേറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ 298 ലിറ്റർ എന്ന് പറയുന്നത് നോട്ട് സഫിഷ്യൻറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ അത് മാത്രമല്ല, ഈ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഒരു ഐവറി കളറാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് സസ്പെൻഷൻ വൈസ് വളരെ ഒരു മികച്ച ഒരു മികവാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അത് മാത്രമല്ല ടെക്നോളജി, വളരെ നല്ല രീതിക്ക് ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈസിംഗ് ആണ്. മൈക്രോ SUV കാറ്റഗറിയിലെ ടോപ്പ് എൻഡ് വാഹനങ്ങളുടെ വിലയിലാണ് ഇതിൻ്റെ ഈ കോമ്പാക്റ്റ് സൈസ് SUV വാഹനത്തിൻ്റെ ബേസ് പ്രൈസിൻ്റെ വില വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കുറേ കസ്റ്റമേഴ്സ് ഈ ഒരു വാഹനത്തിലേക്ക് പോകും തീർച്ചയാണ്. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.